ഹലോ ഗൈസ്, ഞാനിപ്പോൾ പോകുന്നത് ഇല്ലവില്ല പൂഞ്ചിറ എന്ന ടോട്ടറി കേന്ദ്രത്തിലേക്ക്. മൗണ്ടാണ്, ഇവിടെ ഹിൽ ഏരിയ ആണ്. ഇവിടെ വന്ന് നല്ല വൈബാണ്. സോ ലുക്കിംഗ് ഹോ, ഇതൊരു ഓഫ് റോഡാണ്. ഇവിടെ നമുക്ക് ഓഫ് റോഡ്, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നമുക്ക് വാഗമണ്ണിലോട്ട് പോകാം. പക്ഷേ ഞാൻ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് പോകുന്നത്. ഓഫ് റോഡ്, ഈ ഓഫ് റോഡാണ് ഞാൻ കയറി പോകുന്നത്. സോ ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് ഇത് കയറി പോകുന്ന വഴിയാണ്, ഈ വഴിയാണ് പാറക്കല്ലുകൾ എന്ന് പറഞ്ഞ വഴിയാണ്. സോ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട് ടു ട്രാവൽ. ആക്ച്വലി നമ്മൾ ഷൂസ് ഇട്ട് വരുന്നെങ്കിൽ ബെറ്റർ, ചെരുപ്പിട്ട് വന്നാൽ നമുക്ക് വലിയ ഡിഫിക്കൽറ്റിയാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡും വെള്ളവും എല്ലാം കൂടെ കൊണ്ടുവന്നേക്കും ബെറ്റർ. ഓക്കെ, ഇവിടുത്തെ സറൗണ്ടിങ് ലുക്കൊക്കെ സൂപ്പറാണ്. കേസാൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നല്ല മൗണ്ടനാണ്, ചുറ്റും മൗണ്ടൻ ചുറ്റപ്പെട്ട ഏരിയ ആണ്. അതുകൊണ്ട് സൂപ്പർ, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ നിങ്ങളൊക്കെ വരണം, എൻജോയ് ചെയ്യണം. സൂപ്പർ ഏരിയ ആണിത്. മലയുടെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് ഫ്ലോറാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആണ്. ഇവിടെ നമുക്ക് ഫുൾ വ്യൂസ് ഇവിടെ കാണാം. ഈ മലയുടെ ടോപ്പിൽ കയറിയാൽ ഇവിടുത്തെ മൊത്തം പ്രദേശം കാണാൻ പറ്റും. ഒരു നല്ല എൻജോയ്മെൻറ്റ് ട്രിപ്പായിട്ട് എനിക്ക് തോന്നിയത്. ഫാമിലിയായിട്ടൊക്കെ വന്നാൽ ഫുഡൊക്കെ കൊണ്ടുവരണം. ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കല്ല, നമ്മൾ ഫുഡൊന്നും എടുക്കാതെ വരരുത് ഇങ്ങോട്ട് വരുമ്പോൾ. അതൊക്കെ നമുക്ക് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിരിക്കും നമ്മുടെ യാത്രയൊക്കെ. മൗണ്ടൊക്കെ നല്ല ലുക്കാണ്, നല്ല സൂപ്പർ. മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന എന്ത് രസമാണെന്ന് നോക്കി. നമുക്കൊരു കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഉണർവാണ് ഗായ്സ്. ഇതൊക്കെ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശരിക്കും എൻജോയ്മെൻ്റാണ് ഇവിടെ. പക്ഷേ ഇതിനകത്ത് കയറിപ്പെടുന്നതൊക്കെ വലിയ പാടാണ്. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു ഇങ്ങോട്ട് വന്ന് കയറുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ എത്തിപ്പെടുന്നത് വലിയ പാടാണ്. സോ we have to come over here to enjoy. ട്രക്കിംഗ് സൂപ്പർ ട്രക്കിംഗ് ആണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥയിലാവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ നമ്മളെ അവസ്ഥയിലായിട്ടില്ല. നമ്മളിപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ ഓഫീസൊക്കെ ഉണ്ട്. ഇന്ത്യൻ ഓഫീസാണത്. അത് വയർലെസ് സ്റ്റേഷനാണ്, പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാണ് ഇവിടെ. അങ്ങോട്ടേക്കുള്ള നമ്മൾ എൻട്രിയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, നമ്മൾക്ക് നോക്കി പോകണം. സോ സൂപ്പറാണ്. മൗണ്ടനൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് കിട്ടുന്ന മൗണ്ടനാണ്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ലിമിറ്റും ഇല്ല, നമ്മുടെ എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ. അതുകൊണ്ട് നമുക്ക് സൂപ്പറാണ്, ഇഷ്ടപ്പെടും എല്ലാവർക്കും. അതാണ് പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനും വയർലെസ്സിൻ്റെ ഓഫീസാണ് കാണുന്നത്. ഈ ഇടുക്കിയിലെ ഫുൾ വയർലെസ്സിൻ്റെ എല്ലാം ഇവിടെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത് ഇവിടുന്നാണ്. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഇവിടെ. പോലീസിൻ്റെ വയർലെസ്സിൻ്റെ ഇവിടെ നിന്നാണ് ഫുൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സോ ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഔട്ട്സൈഡേഴ്സ് ഇവിടെ നിന്ന് വരാൻ പാടില്ല. സോ നമ്മൾ വരുമ്പോൾ സൂപ്പറായിട്ട് ശ്രദ്ധിച്ചു വരിക. നമ്മൾ പിന്നെ കെയർഫുൾ അങ്ങോട്ടേക്ക് നമ്മൾ നോക്കേണ്ട. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോയി നമ്മുടെ പോയിന്റിൽ ചെന്ന് അവിടെ ചെന്ന് നമുക്കെല്ലാം കാണുക, ആസ്വദിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളൊരു എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് ടാബ്ലറ്റ്സിൻ്റെ കവറുകളൊക്കെയാണ്. അതൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ നോക്കി പോവുക. പിന്നെ അതൊന്നും എടുത്ത് നമ്മൾ നോക്കിയൊന്നും വേണ്ട. അത് കാര്യം വെച്ചാൽ അത്ര നല്ല ഏരിയ അല്ല. ഇത് പോലീസിൻ്റെ ഇത് നിരീക്ഷണത്തിനാണെങ്കിലും ഇവിടെ അത്ര സേഫ് അല്ല ഒന്നും. കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് ടാബ്ലറ്റ്സിൻ്റെ കവറുകളൊക്കെ. എനിക്കറിയത്തില്ല, ഇത് ഫുള്ള് ഒരു ഇരുമ്പും ഉണ്ടാക്കിയൊരു വീടാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം ലോക്കിരിക്കുകയായിരുന്നു. അതൊക്കെ ലോക്കി നിലനിൽക്കുന്ന എന്തെങ്കിലും ഇവിടെ വേണ്ടാത്തതിനുമായ പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഇത് വേണ്ട, അതൊന്നും ഓക്കെ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരു ഫാമിലിയെ കണ്ടു. ഫാമിലി അവിടെ നിൽക്കുകയായിരുന്നു. അവരുടെ ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. അവിടെ നിന്ന് എൻജോയ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. അങ്ങോട്ടാണ് കല്ലിട്ടപ്പുറത്തേക്ക് കയറി നടക്കുന്ന വലിയ പാടായിരുന്നു. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ ഫാമിലിയോട് പറഞ്ഞു ഫോട്ടോ ഒന്നും എടുക്കുന്നു. അവരുടെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ ആ പോയിന്റിലൊക്കെ എത്തി. അവിടെ അണക്കെട്ടൊക്കെ ഇടാം. അത് അണക്കെട്ടും അതിൻ്റെ വെള്ളവും അതെല്ലാം അവിടുന്ന് കാണാമെന്ന്. പക്ഷേ അത്രയ്ക്ക് സേഫ് അല്ല. ഇലവിഴപ്പുഴയുടെ അണക്കെട്ടായിരുന്നു കാണുന്നത്. പക്ഷേ അത് അത്ര ക്ലിയർ അല്ല. അപ്പോൾ അവിടെ ഫുള്ള് മൂടമഞ്ഞായിരുന്നു. അവിടെ ക്ലിയർ അല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല എൻജോയ്മെൻറ്റ് ട്രിപ്പായിരുന്നു.
സോ ഞാൻ നല്ല എൻജോയ് ചെയ്തു. നല്ല ലുക്കായിരുന്നു സറൗണ്ടിങ്സും, അതുപോലെ പുൽമേടുകൾക്ക് നല്ല സേഫ് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൊള്ളാൻ വരുന്ന നല്ല വൈബായിരുന്നു. സോ അതുപോലെ തന്നെ ഞങ്ങൾ വന്ന വഴികളൊക്കെ ഇവിടെ നിന്ന് കാണാമായിരുന്നു, ഞങ്ങളുടെ റോഡൊക്കെ ഇവിടെ കാണാമായിരുന്നു, നല്ല അടിപൊളിയായിട്ട് കാണാമായിരുന്നു, ക്ലിയർ. സോ വണ്ടർഫുൾ ആയിരുന്നു. അത് തന്നെ അതുകൂടാതെ നമ്മുടെ ഈ മൗണ്ടനൊക്കെ നല്ല കവർ ചെയ്ത് മുഖ്യ മൗണ്ട്, അതുപോലെ ആ ഒരു അണക്കെട്ടും എല്ലാം നല്ല ക്ലിയറായിട്ട് കാണാമായിരുന്നു. അണക്കെട്ട് ആ വെള്ളം അങ്ങനെ ഒഴുകി പോകണം അതെല്ലാം കാണാമായിരുന്നു. പക്ഷേ വെള്ളം ഇപ്പോൾ കുറവായിരുന്നു, കഴിച്ച് ഇപ്പം ചൂട് കാലമല്ലേ, അതുകൊണ്ട് തന്നെ വെള്ളം തീരെ കുറവായിരുന്നു. അല്ലെങ്കിൽ വെള്ളം ഫുള്ള് നിറഞ്ഞ് കവർ ചെയ്ത് നിൽക്കുന്നതാണ് ആ ഏരിയ മൊത്തം. പക്ഷെ അവിടെ അത്ര പ്രോബ്ലം ഇല്ലായിരുന്നു. നല്ല മലകൾക്ക് നല്ല പച്ചപ്പ് നിൽക്കുകയെന്നെങ്കിൽ ചൂടുണ്ട്, വേലൊക്കെ ഉണ്ടെങ്കിലും അത് അധികം പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ വേറെ ഇടത്തെല്ലാം മൗണ്ടൻസൊക്കെ എത്ര ഇതായിരുന്നു. ഓക്കെ ബൈ ഗൈസ്.